ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം നിഷ്കർഷ പാലിക്കുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് എപ്പോഴും തൻ്റെ ചിട്ടവട്ടങ്ങളിൽ നിന്ന് മാറിയുള്ള ഭക്ഷണങ്ങളെക്കുറിച്ച് സങ്കല്പിക്കാൻ അല്പം ബുദ്ധിമുട്ടുമാണ്. പുറത്തെവിടെ ചെന്നാലും, ഉത്തരേന്ത്യയിൽ ചെന്നാൽ പോലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് നമ്മളിലധികവും. പക്ഷേ വളരെ രസകരമായൊരു കാര്യമാണ്, ലോകത്തെവിടെയുള്ള വ്യക്തിക്കാണെങ്കിലും, ഏത് രാജ്യക്കാരനാണെങ്കിലും, ഏത് സംസ്ഥാനക്കാരനാണെങ്കിലും കേരളത്തിലെ ഭക്ഷണം, കേരളത്തിലെ മിതമായ രുചിയുള്ള ഭക്ഷണം തീർച്ചയായും ആസ്വാദ്യകരം തന്നെയായിരിക്കും. അത് മലയാളിയുടെ ഭക്ഷണത്തിൻ്റെയോ അല്ലെങ്കിൽ കൈപ്പുണ്യത്തിൻ്റെയോ പ്രത്യേകത തന്നെയായിരിക്കും. നമുക്ക് സ്കൈ ജ്വല്ലറി വീട്ടമ്മയിലെ അടുത്ത പങ്ക്തി കാണാം, കൈപ്പുണ്യം. നമസ്കാരം. കൈപ്പുണ്യം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവത്തെക്കുറിച്ച്, അതായത് അവിയലിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അവിയലിനെ സംബന്ധിച്ച് ഒരു ഐതിഹ്യമുണ്ട്. അത് ആദ്യമായിട്ട് ഒരുക്കിയത് ഭീമസേനാണ്. ഭക്ഷണം എല്ലാവരും കഴിച്ചു, അല്പം പോലും ശേഷിക്കുന്നില്ല. വിശപ്പോടുകൂടി വന്നിരിക്കുന്ന ഭീമസേനന് എന്തെങ്കിലും കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഉടനെ മിച്ചം ഉണ്ടായിരുന്ന പച്ചക്കറികൾ മുഴുവൻ എല്ലാം കൊത്തി മുറിച്ച് വലിയ കഷ്ണങ്ങളാക്കി അതെല്ലാം കൂടി വേവിച്ച് അതിൽ പച്ചമുളകും നാളികേരും കരിവേപ്പിലെല്ലാം കൂടി ഒന്ന് ഒതുക്കി ചേർത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, ആ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചപ്പോൾ നല്ല ഒന്നാന്തര ഒരു വിഭവമായി. അത് വയറ് നിറച്ച് കഴിച്ചു. അങ്ങനെ ആ വിഭവമാണ് ഇപ്പോൾ നമ്മൾ സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അവിയലില്ലാത്തൊരു സദ്യയില്ല. എത്ര ചുരുങ്ങിയൊരു സദ്യയ്ക്കും അവിയലുണ്ടായിരിക്കും. ആ അവിയൽ എങ്ങനെയാണ് ഒരുക്കുന്നത് നോക്കാം. അവിയലിന് പ്രധാനമായിട്ടും ഏത്തക്കായ, ചേന, മുരിങ്ങക്കായ, പാവയ്ക്ക, പയറ്, വെള്ളരിക്ക, കുമ്പളങ്ങ, മത്തൻ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന എല്ലാ പച്ചക്കറികളും അതിൽ ചേരും. എന്നാൽ തക്കാളി, വഴുതനങ്ങ അങ്ങനെ തുടങ്ങിയിരിക്കുന്ന പച്ചക്കറികൾ, വെണ്ടയ്ക്ക അതൊന്നും ഇതിൽ ചേരില്ല. അങ്ങനെ ചുരുക്കം ചില പച്ചക്കറികളൊക്കെ മാറ്റി നിർത്തി ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും കൂടി ഈ വിഭവത്തിൽ സമ്മേളിക്കുന്നുണ്ട്. വളരെ രുചികരമായിരിക്കുന്ന ഒരു ഭക്ഷണമാണ്. ധാരാളം ഫൈബറുള്ള വളരെ രുചിയുള്ള ഒരു ഭക്ഷണമാണ്. അപ്പോൾ അത് വളരെ നീളത്തിലാണ് മുറിക്കുന്നത്. അത് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് അത് എല്ലാം കൂടി പാത്രത്തിലിടുന്നു. അതിൽ ഇന്നത്തെ ഇതിൽ ക്യാരറ്റുണ്ട്, അതുപോലെ തന്നെ നേന്ത്രക്കായ, ചേന, മത്തൻ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന എല്ലാ കഷ്ണങ്ങൾ നമ്മൾ ഇന്നത്തെ അവിയലിന് മുറിക്കുന്നുണ്ട്. അതെല്ലാം ഇങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കി അത് പാത്രത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് അത് ഒരുക്കാൻ പോകുന്നത് ഓട്ടുരുളിയിലാണ്. ഓട്ടുരുളി എന്ന് പറഞ്ഞാൽ വെള്ളോട് കൊണ്ടുള്ള ഉരുളിയായിരിക്കണം. അതിൽ ഈ മാങ്ങയും അതുപോലെ തന്നെ ഈ തൈരും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് അല്പം പുളിയുള്ളതുകൊണ്ട് മറ്റ് പാത്രങ്ങൾ, ഈ അല്ലാത്ത പാത്രങ്ങൾ അതൊന്നും പറ്റില്ല. ഏറ്റവും ഈ അവിയലുണ്ടാക്കാൻ പറ്റിയത് ഉരുളിയിലാണ്. ഇന്ന് നമ്മൾ ഒരുക്കുന്നത് ഉരുളിയിലാണ്. അങ്ങനെ ഈ മുറിച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ നമ്മൾ ഉരുളിയിലിടുന്നു. അതിന് ആവശ്യത്തിന് വെള്ളമൊഴിക്കുന്നു. അതിന് ശേഷം അതിൽ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് അത് അടച്ചു വെച്ച് വേവിക്കുന്നു. അത് ഏകദേശം വെന്ത് കഴിഞ്ഞാൽ അടപ്പെടുത്ത് മാറ്റി അത് ഇളക്കി യോജിപ്പിച്ച്, മഞ്ഞപ്പൊടി വേണമെങ്കിൽ അല്പം ചേർക്കാം. ഈ വേവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മഞ്ഞപ്പൊടി ചേർക്കുന്ന ഒരു കളറിന് വേണ്ടി മാത്രമാണ്. മഞ്ഞപ്പൊടി ചേർക്കാതെയും അവിയലുണ്ടാക്കാം. ഇന്നത്തെ അവിയലിൽ അല്പം മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് അത് വെന്ത് കഴിഞ്ഞാൽ അതിൽ തൈര് ചേർക്കുന്നു. തൈര് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചാൽ അതിനൊരു പ്രത്യേക ഷൈനിങ്, അതിന് പ്രത്യേക ഒരു കളറ് വരും. അതോടുകൂടി നാളികേരം, പച്ചമുളക്, കരിവേപ്പില അതിൽ ഈ മറ്റ് കറികളിലൊക്കെ ഇടുന്ന പോലെ അതിലിട്ടിട്ടുണ്ടെങ്കിൽ, കരിവേപ്പില സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും അത് പെറുക്കി മാറ്റിക്കളയും. അത് പെറുക്കി മാറ്റാതിരിക്കാൻ വേണ്ടി നാളികേരം, പച്ചമുളകും, കരിവേപ്പിലയും എല്ലാം കൂടി അങ്ങ് ചതയ്ക്കുന്നു. അത് അരയ്ക്കേണ്ട ആവശ്യമില്ല, അത് ഒന്ന് ഒതുങ്ങിയാൽ മതി. അത് നാളികേരമൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് തന്നെ അതിലിങ്ങനെ ഉതിർന്ന് നിൽക്കും.
അത്തരത്തിൽ ഒന്ന് ഒതുക്കിക്കഴിഞ്ഞ് ഈ അവിയലിൽ ചേർക്കുന്നു. അപ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം, പിന്നെ തീയിൻ്റെ ആവശ്യമില്ല, ഓഫ് ചെയ്തതിൻ്റെ ശേഷമാണ് അതിൽ നാളികേരം ചേർക്കുന്നത്. നാളികേരം ചേർത്ത് കഴിഞ്ഞ് ഇളക്കി യോജിപ്പിച്ച് അത് അവിയലിലെ കഷ്ണത്തോടൊപ്പം തട്ടിപ്പൂശിയാൽ വെള്ളം സമായിരിക്കണം. അങ്ങനെ ഇറക്കി വെച്ച് അല്പം ചൂടാറിയ ശേഷം അതിൽ സമം വെളിച്ചെണ്ണയും ചേർത്ത് അതിലൊഴിച്ച് ഇളക്കി തട്ടിപ്പൂശി വെച്ച് കഴിഞ്ഞു അവിയലായി കഴിഞ്ഞു. ആ ഉരുളിയിൽ ഒരുക്കിയിരിക്കുന്ന അവിയലാണ് നമ്മൾ പ്രത്യേകം ഈ സ്ഫടിക പാത്രത്തിലേക്ക് ഈ ഇല വെച്ചിട്ട് ആ ഇലയിലേക്ക് നമ്മൾ ഒഴിച്ചു വച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളെ മുമ്പിലിരിക്കുന്നത് അവിയലാണ്. ഇത് ഏറ്റവും രുചികരമായിരിക്കുന്ന, ഏറ്റവും പോഷകപ്രധാനമായിരിക്കുന്ന ഭക്ഷണമാണ്. ഇവിടെ ഞങ്ങൾ കദളീവനത്തിൽ മറ്റെല്ലാ വിഭവങ്ങളെക്കാളും കൂടുതൽ വിളമ്പുന്നത്, എല്ലാവരും ഇഷ്ടപ്പെടുന്നതും അവിയലാണ്. അപ്പോൾ ഇന്ന് അവിയൽ ഒരുക്കുന്ന വിധം വിവരിച്ചതോടുകൂടി ഇന്നത്തെ കൈപ്പുണ്യം പരിപാടി അവസാനിക്കുന്നു. അടുത്ത കൈപ്പുണ്യം പരിപാടിയിൽ സാമ്പാറിനെക്കുറിച്ച് വിശദീകരിക്കുന്നതായിരിക്കും. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് വനിതകൾ രാഷ്ട്രീയത്തിൽ എന്നുള്ള വിഷയം തന്നെയായിരുന്നു. നമ്മുടെ ചർച്ചയിൽ ഇവിടെ അതിഥികളായി എത്തിയിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകരും സാധാരണക്കാരുമായ വനിതകളാണ്. കോട്ടയത്തെ നീണ്ടൂർ പഞ്ചായത്തിലെ പ്രസിഡന്റുമാരായ ശ്രീമതി മിനി കുഞ്ഞുമോനും ശ്രീമതി സന്ധ്യ ബാനർജിയുമാണ് നമ്മുടെ അതിഥികളായി എത്തിയിട്ടുള്ളത്. ഒപ്പം കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ അംഗങ്ങളും പ്രവർത്തകരും മറ്റ് വ്യക്തികളും ഇതേ പഞ്ചായത്തിലെ മറ്റൊരംഗം ശ്രീമതി വിമലക്കുട്ടി അമ്മയും ഒക്കെ നമ്മോടൊപ്പമുണ്ട്. ചർച്ച തുടരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങളുടെ പഞ്ചായത്തിലെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത്. ഞാൻ ഇപ്രാവശ്യം അവസരം കൊടുക്കുന്നത് ഇവിടെ ഈ ഭാഗത്തുള്ളവർക്കാണ്. കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാം, നിങ്ങൾ ആ പഞ്ചായത്തിലെ അംഗങ്ങളെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ പഞ്ചായത്തിലെ താമസക്കാരെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വ്യക്തമായിട്ടറിയാം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, നിങ്ങൾ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തരത്തിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഇവരിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഞാനും നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിൽ നിന്ന് മത്സരിച്ച കാൻഡിഡേറ്റാണ്. അപ്പം ഞാൻ ഓരോ വീട്ടിലും ഒരു 5 പ്രാവശ്യം വെച്ചെങ്കിലും കയറി ഇറങ്ങിയിട്ടുണ്ട് പ്രചാരണത്തിന് വേണ്ടിയിട്ട്. അപ്പം അവിടെ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ പോലും കയറി ചെല്ലാത്ത വഴിയാണ് എൻ്റെ ആ 4ാം വാർഡിലുണ്ടായിരുന്നത്. അപ്പം ഒരു സൈക്കിളെ ഒന്ന് വീണും ഓട്ടോറിക്ഷ മറിഞ്ഞുമൊക്കെ കാലൊടിഞ്ഞ 4 പേർ ആ വാർഡിൽ തന്നെ ഉണ്ട്. അത്ര ശോചനീയമാണ് അവിടുത്തെ വഴി. പിന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വരൾച്ചയുള്ള പ്രദേശം, ഏറ്റവും ഉയർച്ച ഉള്ളതുകൊണ്ടായിരിക്കാം ആ ഭാഗത്താണ്. അപ്പോൾ അവിടെ വെള്ളവും തീർത്തുമില്ല. പിന്നത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ പട്ടിണി, അതായത് BPL താഴെ ഉള്ളവരാണ് ഒരു 35% ആൾക്കാരും. അപ്പം ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് പറയുകയാണ്, അവിടെ തൊഴിലില്ലാത്ത കുറേ പേരുണ്ട്. അവർക്ക് സ്വയം തൊഴിലിനുള്ള, അതായത് ചെരുപ്പിൻ്റെ വള്ളി വെട്ടുന്ന വീട്ടുകാരെ ഞാൻ കണ്ടു. കാരണം 10-30 പൈസ, 10-15 പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു വള്ളി വെട്ടിക്കൊടുക്കുന്നത്, ചെരുപ്പിൻ്റെ വള്ളി. അപ്പോൾ അവിടുത്തെ അവസ്ഥ അത്ര ദയനീയമാണ്. അപ്പോൾ അവിടുത്തെ ആ അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ, അവിടുത്തെ വനിതകൾക്ക് വേണ്ടിയെങ്കിലും, വനിതാ പ്രാധാന്യമുള്ള പഞ്ചായത്തിന് വേണ്ടിയിട്ട് വനിതകളായ നിങ്ങൾക്ക്, ആ പാവപ്പെട്ട വനിതകൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, അത് ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എനിക്കൊന്നും മറ്റാരെക്കാട്ടിലും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അതനുസരിച്ചുള്ള മറുപടി തന്നെ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുവാൻ സാധിക്കും. പിന്നെ ജില്ലയിൽ നിന്നും കിട്ടാനുള്ള, അല്ലെ മറ്റുള്ള MLA ഫണ്ട്, അങ്ങനെയൊക്കെ കിട്ടാനുള്ള ഏതെല്ലാം ഫണ്ടുകളിൽ നിന്നും നമുക്ക് ഇതിലേക്ക് ഈ ഫണ്ടിലേക്ക് മാറ്റാം. അങ്ങനെ പഞ്ചായത്തിൻ്റെ ഒരു, അല്ലെങ്കിൽ പാർട്ടി ബേസിക്കലി അവരുടെ ഒരു അനുവാദവും കൂടെ നമുക്കതിൽ വേണം. അല്ലാതെ അവരുടെ നിന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിൽ നിന്നും ഇന്ന വാർഡിന് ഇന്നത് വ്യക്തി മാറ്റി വെക്കും. അന്നേരം നമ്മുടെ വാർഡിലേക്കുള്ളത് അവരവരുടെ മെമ്പർമാർ എൻ്റെ വാർഡിലേക്കും വേണം, അങ്ങനെ ഷെയർ ചെയ്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ 4ാം വാർഡിലുള്ള അതിൻ്റെ അവിടെ മെമ്പേഴ്സ് കാണുമല്ലോ, അന്നേരം ആ പുള്ളി ഇത് അവതരിപ്പിക്കണം. എൻ്റെ വാർഡിൽ ഇന്ന കാര്യങ്ങളുണ്ട്, എനിക്കതിന് വേണം.
അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. കൂടുതലൊന്നും ചെയ്യണ്ട. വിധവാ പെൻഷൻ കിട്ടാത്ത പലരും ഉണ്ട്. അപ്പൊ ഇതിന് മുമ്പിരുന്ന മെമ്പർമാര് മുഖം നോക്കിയും ജാതി നോക്കിയൊക്കെ വിധവ പെൻഷൻ കൊടുത്തു എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഈ അവിടുത്തെ SNDPയുടെ വനിതാ സമാജ സെക്രട്ടറി ആയതുകൊണ്ട് എനിക്ക് അവിടുത്തെ ആൾക്കാരെ കൂടുതൽ അറിയാം. പിന്നെ എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരെ എനിക്ക് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് ചെയ്തത്. വിധവാ പെൻഷൻ മുഖം നോക്കി കൊടുത്തവരുണ്ട്. അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ, അപ്പം വീടൊക്കെ വീണിട്ട് നമ്മുടെ MLA ഫണ്ട് മേടിച്ച് ചിലർക്ക് കൊടുത്തിട്ടുണ്ട്, ചിലർക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ ഒത്തിരി പരാതി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് സ്ത്രീ ഏറ്റവും കൂടുതൽ ദുഃഖങ്ങൾ അറിയുന്ന സ്ത്രീകളാണല്ലോ. ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്ര വ്യക്തമായ ദുഃഖങ്ങളിലേക്ക്, ആഴത്തിലേക്ക്, കുടുംബത്തിലെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരത്തില്ല. അപ്പോൾ സ്ത്രീ ആകുമ്പോൾ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലാകും അവിടുത്തെ സാഹചര്യങ്ങൾ, അവിടുത്തെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ത്രീകളായതുകൊണ്ട് ഞങ്ങൾ ഒത്തിരിയേറെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഏറെ ദുഃഖങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും വനിതകൾക്ക് സാധിക്കും. അതുകൊണ്ട് പ്രായമുള്ള കുറേ അമ്മമാരവിടെ ഇരിപ്പുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് വിധവാ പെൻഷൻ കൊടുക്കേണ്ടവർക്ക് അങ്ങനെയും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഒരു 10-100 രൂപ ഏതെങ്കിലും രീതിയിൽ മാസം അവർക്ക് കൊടുത്താൽ അത് ഒത്തിരി ഉപകാരമായിരിക്കും. നമ്മൾ ഓരോ വീട്ടിൽ കയറി ഇറങ്ങുമ്പോഴാണ് കൂടുതലും വലിയ വലിയ വീടുകളിലെ അമ്മച്ചിമാർക്കാണ് പെൻഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പല വീടുകളിൽ ഞാൻ വോട്ട് ചോദിക്കാൻ ചെന്നപ്പോഴത്തേനും പല അമ്മച്ചിമാരും പറഞ്ഞു, കാര്യം മക്കളൊക്കെ വലിയ വലിയ ജോലിക്കാരാണ്, പക്ഷെ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നിർവാഹമില്ല. കാര്യം അപ്പൊ നമ്മൾ അതനുസരിച്ച് നമ്മൾ അവരോട് ദയ തോന്നി നമ്മളേലാകാവുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ള കടമ നമുക്കുണ്ട്. ഒരു രാഷ്ട്രീയ മേഖലയിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഈ പ്രവർത്തന മേഖലയിൽ, അതായത് ഇനിയിപ്പോൾ പൂർണ്ണമായും ജനങ്ങളെ സേവിക്കാനായിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ കുടുംബം എന്നുള്ളൊരു വലിയൊരു ഫാക്ടർ അവിടെ കുറച്ച് എന്താ പറയുക, അതിൻ്റെ വില അല്പം കുറയുകയാണ്. കാരണം സമൂഹത്തിനാണ് നിങ്ങൾ ഇനി കൂടുതൽ വില കൊടുക്കേണ്ടത് കാരണം കൂടുതൽ പേരുടെ വിശ്വാസം നിങ്ങളിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ കുടുംബത്തിൽ നിന്നുള്ള നിങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ട് എങ്ങനെയാണ്? അവരുടെ പ്രോത്സാഹനം എങ്ങനെയാണ്? അവരുടെ പ്രോത്സാഹനം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ജയിലിൽ ഞങ്ങൾക്ക് സാധിച്ചത് തന്നെ. എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭർത്താവ്, 2 പിള്ളേർ. എൻ്റെ അച്ഛൻ, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ മരിച്ചതാണ്. ഞാനിവിടെ വന്ന് PDC പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് കല്യാണം കഴിച്ച് ഇവിടെ വന്നതാണ്. ഇവിടെ വന്ന് ഇവിടുത്തെ അച്ഛൻ എന്നെ സ്വന്തം മോളായിട്ടാണ് കരുതിയിരിക്കുന്നത്. ആ അച്ഛൻ ഏത് കാര്യത്തിനും നീ പോ, അത് ചെയ്. അതുപോലെ തന്നെ അമ്മ, അതിനൊപ്പം എൻ്റെ ഭർത്താവ്, അതിനോടൊപ്പം എൻ്റെ ആൾക്കാരും ഭർത്താവിൻ്റെ ആൾക്കാരും അവരുടെ സപ്പോർട്ടിൻ്റെ പുറത്ത് മാത്രമാണ് എനിക്ക് ഇത്രയും പുരോഗതിയിലെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. കാരണം എല്ലാവരും ഈ വനിതാ ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ചുറ്റുവട്ടത്തുള്ള ഒത്തിരിയും പേര് പറഞ്ഞു, പെണ്ണല്ലേ, അവളൊക്കെ കോല കയറാൻ പോവുക. പക്ഷെ അന്നേരവും എനിക്ക് വേണ്ടി എൻ്റെ വീട്ടുകാർ, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും, എൻ്റെ ഹസ്ബൻഡിൻ്റെ, പക്ഷെ നേരെ തിരിച്ച് എൻ്റെ വീട്ടിൽ നിനക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലും, എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ ആങ്ങളെ ഒക്കെ ഇതിൻ്റെ ആവശ്യമില്ല, ഇതൊക്കെ നാണക്കേടാ അങ്ങനെയാന്ന് പറഞ്ഞിട്ട് പോലും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഒരു കുഴപ്പവും ഇല്ല, ഇതൊക്കെ വേണ്ടതാണെന്നും പറഞ്ഞ് എന്നെ ഇതിലേക്ക് വിടുമായിരുന്നു. അവരുടെ ആ പ്രോത്സാഹനം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുവാനായിട്ട് സാധിച്ചത്. മറ്റ് പുരുഷന്മാരുടെ അവരുടെയൊക്കെ അപ്പം റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അതായത് ഓട്ടോറിക്ഷ ഓടിക്കാൻ നിർത്തും, കാരണം അവിടെയും പുരുഷാധിപത്യമാണല്ലോ ന്യായമായിട്ടും. അപ്പോൾ അവരുടെയൊക്കെ മനോഭാവം എങ്ങനെയായിരുന്നു? ആദ്യമൊക്കെ ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു. ഈ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ അച്ഛന് ഒരു പരിപാടിയില്ല, ഞങ്ങളുടെ കഞ്ഞിക്കകത്ത് പാറ്റ ഇടാനായിട്ടാണ് കുറേ പെണ്ണുങ്ങളെ ഇറക്കിയിരിക്കുന്നതെന്നൊക്കെ ആദ്യം ചെന്നപ്പോഴൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവരുമായിട്ട് ഇടപഴകി കഴിഞ്ഞപ്പോൾ നല്ല ഒരു ഇതായിരുന്നു, അവർ പ്രോത്സാഹനമായിരുന്നു. കാരണം എന്നെ സമയം ഞാൻ ആദ്യം വണ്ടിയും കൊണ്ട് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ വണ്ടി നേരെ ഓടയിലേക്കാണ് പോയിക്കൊണ്ടത്. അന്നേരം തന്നെ അവർ ഒരു 10-20 ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന വഴിക്ക് തന്നെ ഓട്ടോയിലേക്ക് പോയപ്പോഴത്തേന് എന്ത് ചെയ്യണമെന്നുള്ളൊരു അങ്കലാപ്പ് ഞാൻ നിന്നപ്പോൾ തന്നെ അത്രയും ഡ്രൈവേഴ്സ് ഓടി വന്ന് എൻ്റെ വണ്ടി സ്റ്റാൻഡിൽ നേരെ ഇടുകയും ഓട്ടം വരുമ്പോഴത്തേന് പല ആൾക്കാർ കാണുമല്ലോ, ഒരു മോശപ്പെട്ട ഒരു ഓട്ടം വരുമ്പോൾ അത് താൻ പോകണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ നല്ല ഓട്ടങ്ങൾ തന്ന് പ്രോത്സാഹിപ്പിക്കുകയും. പക്ഷെ അങ്ങനെ ആണുങ്ങൾ ഒരു അവോയ്ഡ് ചെയ്യേണ്ടതായ ഒരു ഇതുമില്ല. എനിക്ക് പെണ്ണുങ്ങളേലും കൂടുതൽ പ്രോത്സാഹനം കിട്ടിയിരിക്കുന്ന ആണുങ്ങളെ കൊണ്ടാണ്. ഒരു മനുഷ്യർ പറഞ്ഞെങ്കിൽ മനുഷ്യരുമായിട്ടുള്ള ഇടപോക്കിലായിരിക്കാം ഇന്നത്തെ ഈ തലമുറകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവരോട് ഏത് രീതിയിൽ ഇടപഴകുന്നോ ആ രീതിയിൽ നമുക്ക് മാന്യമായ രീതിയിലുള്ള ഇടപെടൽ നമുക്ക് കിട്ടും, അതെനിക്ക് ഉറപ്പുണ്ട്. താങ്കളുടെ അനുഭവം എങ്ങനെയാണ്? വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നുള്ള സപ്പോർട്ട്? വീട്ടിൽ ഞാനിപ്പോൾ ഇതിനായിട്ട് ഇറങ്ങാനിരുന്നതല്ല, എന്ന് വെച്ചാൽ കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറകോട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ഫാദർ ലോയാണ് ഇതിനകത്ത് ഇൻട്രസ്റ്റ് എടുത്ത് ഞാൻ പൈസ തന്നോളാം, ധൈര്യമായിട്ട് നിന്നോ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇതിലേക്ക് മുന്നോട്ട് നയിച്ചത്. അപ്പം പിന്നെ ഫാദറുണ്ട്, മദറുണ്ട്, ഹസ്ബൻഡ്, 3 പിള്ളേർ, 3 പേരും പിള്ളേർ പഠിക്കുന്നു. പിന്നെ ഹസ്ബൻഡ് ഒരു ട്രാക്ടറുണ്ട്, അതുമായിട്ട് പോകുന്നു. പിന്നെ അങ്ങനെ ചാച്ചൻ്റെ ഏറ്റവും ഒരു നല്ല മനസ്സാണ് ഇപ്പോൾ എനിക്ക് ഇത്രയും ഒരു ഉയർന്ന പദവിയിലേക്ക് എന്നെ കൊണ്ടുവന്നത്. അതിന് വെച്ചാൽ KSSനകത്ത് 10 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ KSS പോകുമ്പോഴത്തേനും അന്നേരം ചാച്ചൻ്റെ എതിർപ്പായിരുന്നു. അന്നേരം ചാച്ചൻ പറയും, അവൾക്ക് പിള്ളേരെ നോക്കാൻ പറ്റത്തില്ല, അവൾ അതിന് പോകുന്നു, ഇതിന് പോകുന്നു, അങ്ങനെ ഓരോരോ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ചാച്ചൻ ഈ ഒരു ഇലക്ഷൻ്റെ ഇത് വന്നപ്പോഴത്തേനും ഏറ്റവും മുന്നോട്ടിറങ്ങി അതിനകത്ത് നീ ധൈര്യമായിട്ട് നിന്നോ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ മുന്നോട്ട് നിർത്തിയതിൻ്റെ ഫലമായി എനിക്ക് ഇത്രയും ഒരു ഉയർന്ന സ്ഥാനം എനിക്കിപ്പോൾ നേടാൻ കഴിഞ്ഞു. എൻ്റെ മരണം വരെ ഞാൻ ഓർത്തിരുന്ന ഒരു കാര്യമല്ല ഇപ്പം ഞാനിവിടെ നേടിയിരിക്കുന്നത്. അപ്പം അതിൽ ഇനിയിപ്പം അത് തരണം ചെയ്ത് പ്രവർത്തനങ്ങളിലും ഇതേ സപ്പോർട്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കുന്നത്.